ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ അർജുനെയും മീനുവിനെയും അഞ്ജലിനെയാണ്. അപ്പോൾ അഞ്ജലി വന്ന് ഒരുമാതിരി വല്ലാത്ത ഷോ അങ്ങോട്ട് ഇറക്കാണ് കേട്ടോ. അപ്പോൾ മീനു ഇത് കണ്ടിട്ട് മീനുവിന് സഹിക്കുന്നില്ല, ദേഷ്യം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ കടിച്ച് പിടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് അർജുൻ്റെ കൈ പിടിച്ചിട്ട്, സാരമില്ല അർജുൻ, ഞാൻ തൊട്ടില്ലേ, ഇനിയിപ്പോൾ വേഗം കരിഞ്ഞോളൂ കേട്ടോ, ഒന്നും വിഷമിക്കണ്ട, ഒരു വേദന ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അഞ്ജലി ഇങ്ങനെ കൈ തലോടുന്നു, തൂക്കുന്നു, ഒന്നും വേണ്ട. ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുകയാണ്, കല്ലിപ്പൂണ്ട്. മീനു നന്നായിട്ട് നോക്കിക്കോണം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ മീനു വലിയ ദേഷ്യത്തിൽ ഇങ്ങനെ ഒന്ന് തലയാട്ടി. അപ്പം അത് കഴിഞ്ഞ ശേഷം വീണ്ടും അഞ്ജലി അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട്, എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങും അർജുൻ, പിന്നെ വരാട്ടോ, പിന്നെ ലേറ്റായി എന്നറിയാം, എങ്കിലും ഹാപ്പി ബർത്ത്ഡേ അർജുൻ, ഇന്നലെ എനിക്ക് പറയാൻ പറ്റിയില്ലല്ലോ, താങ്ക് യു എന്ന് അർജുനും പറഞ്ഞു. എങ്കിൽ ശരി, ഞാൻ പോവാട്ടോ, നാളെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് മീനു, എന്നാൽ ശരി ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് മീനുവിനെ ഒന്ന് തട്ടിയിട്ട് അഞ്ജലി അങ്ങ് ഇറങ്ങിപ്പോവാണ്. മീനുവിൻ്റെ കലി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കണ്ട, മുഖമൊക്കെ പോയൊരു പോക്ക്. അപ്പോൾ കുശുമ്പിൻ്റെ അങ്ങേയറ്റം, അല്ലെങ്കിൽ അർജുനെ സ്നേഹിക്കുന്നതിൻ്റെ ആ ഒരു തീവ്രത ആ മീനുവിൻ്റെ മുഖത്ത് തന്നെ അറിയായിരുന്നു. അത്രയ്ക്ക് കലിപ്പിലാണ് മീനു നിൽക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ഗൗതത്തിനെയും അഖിലേനെയാണ്. അപ്പോൾ അഖിലയും കൊണ്ട് ഗൗതം നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഭയങ്കര സ്പീഡിൽ വണ്ടി ഓടിക്കുന്നു, കട്ടർ ചാടിക്കുന്നു, എങ്ങനെയെങ്കിലും ഇവളെ ഉരുട്ടി താഴെ ചാടിക്കണം എന്ന ലക്ഷ്യത്തിലാണ് ഗൗതമിൻ്റെ പെർഫോമൻസ് മുഴുവൻ. അപ്പോൾ ഇത് കുറേ നേരമായിട്ട് മതി, ഇതെന്തേ കാണിക്കുന്നത്, നിങ്ങളൊന്ന് പതിയെ ഓടിക്കുക എന്നൊക്കെ അഖില പറഞ്ഞിട്ട് എവിടെ യാതൊരു കൂസലുമില്ല, വല്ലാത്ത ഓടിയിരുന്നു തന്നെ, ഇങ്ങനെ വണ്ടി ഓടിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അതെ, എനിക്കിങ്ങനെ പോകണം ഇഷ്ടം എന്ന് പറഞ്ഞു. നിങ്ങളോട് നിർത്താനല്ലേ പറഞ്ഞത്, അപ്പോൾ ദേഹത്ത് കൈ വെച്ചാൽ കൈ എടുക്കുക. അതെ, എന്തിനാ സ്പീഡിൽ പോകണമെന്ന് പതുക്കെ പോയിക്കോടെ, നിനക്ക് വേണേൽ നടന്നു പോയിക്കോടെ, എനിക്കിതാ ഇഷ്ടം, നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത് ഒന്ന് പതുക്കെ പോവാൻ, എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞു. ദൈവമേ, ഒന്ന് പതുക്കെ പോ, മിണ്ടണ്ടിരിടി അവിടെ എന്ന് പറഞ്ഞു ഗൗതം. ദേഹത്തേക്ക് തൊട്ട് പോവരുത്, ഈ വണ്ടി ഒന്ന് നിർത്തുവോ, ഒന്ന് വണ്ടി നിർത്താനാ പറഞ്ഞത്. എന്താ നീ നടന്നു വരാൻ തീരുമാനിച്ചോ? ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് ഒരു 4-5 കിലോമീറ്റർ മിച്ചമുണ്ട്, നല്ല വെയിലും, നീ നടക്കുവോ? വണ്ടി നിർത്താനല്ലേ പറഞ്ഞല്ലോ, നടന്നു വരുമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു അഖില. എന്നിട്ട് അഖില എന്ത് ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നേരെ ചെരിഞ്ഞാണിരുന്നത്. അപ്പം നേരെ അർജുൻ ഇരിക്കുന്ന പോലെ, അല്ല ഗൗതം ഇരിക്കുന്ന പോലെ തന്നെ കവച്ചേറിയിരുന്നു വണ്ടിയിൽ. ഈ സമയത്ത് ഇനി എങ്ങനെ വേണേലും വണ്ടി പോയിക്കോട്ടെ, ഇനി എന്നാ നോക്കുന്നത് കണ്ണുരുട്ടി, ഇന്ന് നിനക്ക് ഞാൻ പണി തരുന്നുണ്ടടി എന്ന് പറഞ്ഞ് വീണ്ടും നമ്മുടെ ഗൗതം പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ ഗൗതം കട്ടറിലൂടെ ചാടുക. നീ എന്തേ കാണിക്കുന്നത്? അപ്പം ഇതേണ്ട നമ്മുടെ അഖില ഒരു പണി കൊടുത്തു. അപ്പോൾ അഖില ബൈക്കിൻ്റെ പുറകിലിരുന്ന് ഇങ്ങനെ താളെ ചവിട്ടുകയാണ്. അപ്പോൾ വണ്ടി ഇങ്ങനെ വെട്ടിയില്ലേ പോവുള്ളൂ ബൈക്ക്. അപ്പം ഗൗതം ചോദിക്കുക, നീ എന്തേ കാണിക്കുന്നത്, മര്യാദയ്ക്കിരിക്കുക, ഇത്രയും നേരം നിങ്ങളല്ലായിരുന്നോ ഷോ വെച്ചത്, ഇനി എൻ്റെ ഷോ കുറച്ച് കണ്ടിട്ട് പോയച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ഗൗതത്തിന് ദേഷ്യവും വരുന്നുണ്ട്. അല്ലെങ്കിൽ വണ്ടി നിർത്ത്, ഞാൻ ഓടിക്കാം, എന്താ മനസ്സിലായോ, പുറകിലിരുന്നച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടി അങ്ങ് നിർത്തി. നീ എന്താ പറഞ്ഞത്? നീ പുറകിൽ കയറ്, ഞാൻ വണ്ടി ഓടിക്കാമെന്ന്. ഇത് ലേഡീസ് സ്കൂട്ടറല്ല, ഇത് ഗിയർ വണ്ടിയാ, അറിയോ? അതെന്താ ഗിയർ വണ്ടി എനിക്ക് ഓടിക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു. സ്ത്രീകൾ വിമാനം വരെ ഓടിക്കുന്നുണ്ട്, പിന്നെയാണോ ഈ ഗിയർ വണ്ടി? ഇറങ്ങടി എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ അഖില താഴോട്ടിറങ്ങി. അപ്പോൾ ഗൗതം ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നീ ഓടിക്ക, ഞാനൊന്ന് കാണട്ടെ. അത് വേണോ? നീ വലിയ വീമ്പ് പറഞ്ഞതല്ലേ, എന്നാൽ പിന്നെ ഒന്ന് ഓടിച്ച് കാണിക്കാം. ശരി, ഇറങ്ങോട്ടെ, ഇറങ്ങാനാ പറഞ്ഞത്. അപ്പോൾ ഗൗതം ഒന്നും പ്രതീക്ഷിച്ചതേ ഇല്ല. അപ്പോൾ ഗൗതം വേഗം ഒന്ന് ഇറങ്ങി, ഒന്ന് മടിച്ച്, ഇവളെന്ത് കൽപ്പിച്ചാ എന്ന് മനസ്സിലാവാത്ത അവസ്ഥയിൽ വേഗം തന്നെ അഖില അങ്ങ് കയറി സ്റ്റാർട്ട് ചെയ്തു, ഗിയർ ചെയ്തു. ഇത് കണ്ടപ്പോഴത്തേനും ഗൗതത്തിൻ്റെ വാ പൊളിഞ്ഞ് നിൽക്കുക കേട്ടോ, ഒട്ടും പ്രതീക്ഷിച്ചതേ ഇല്ല. എന്നിട്ട് വണ്ടി എടുത്ത് അങ്ങ് ഓടിച്ച് കാണിച്ചു കൊടുത്തു. ഇത് കണ്ട് ഗൗതത്തിൻ്റെ കിളി പോയി വാ പൊളിഞ്ഞു നിന്നു. എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. ഞാൻ നന്നായി ഓടിക്കുന്നില്ലേ, കയറ് എന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഒരു ചിരിയൊക്കെ വന്നു കേട്ടോ. കയറാനല്ലേ പറഞ്ഞത്. അപ്പോൾ വളരെ വളരെ ഭവ്യതയോടെ നാണത്തോടെ നമ്മുടെ ഗൗതം വണ്ടിയിലേക്ക് കയറുകയാണ്. അപ്പോൾ അഖിലയ്ക്ക് ചിരിയാട്ടോ വന്നത്. ഗൗതത്തിനെ ഒട്ടും പ്രതീക്ഷിക്കാതെ എന്താ പറയുക, ഒരു അടി കിട്ടിയ പോലത്തെ ഒരവസ്ഥയിൽ ചമ്മി നാണം കെട്ട് വണ്ടിയുടെ പുറയിലേക്ക് കയറുകയാണ്. അപ്പോൾ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേഗം തന്നെ ഗൗതം അറിയാതെ ഇങ്ങനെ കൈ ടച്ച് ചെയ്യും കേട്ടോ. അപ്പം തുടരുന്നല്ലേ പറഞ്ഞത്, കുറച്ചും കൂടെ നീങ്ങിയിരിക്കുക എന്ന് പറഞ്ഞ് അഖിലെ ഷൗട്ട് ചെയ്തു. അപ്പോൾ പുറകേട്ടി നീങ്ങിയൊക്കെ ഇരുന്ന് രണ്ടുപേരുടെ ഓരോ തരത്തിൽ വേണ്ട ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്.
അന്ന് ഹോസ്പിറ്റലിൽ അർജുനാണ്. അപ്പം മീനു ഒക്കെ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ എന്താ നീ ഇങ്ങനെ എന്നോട് എന്ന് ചോദിച്ചു. ആ പാവം വിഷമിപ്പിക്കണ്ട, ഇനി അവൾ വരുമോ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മീനു വേഗം തന്നെ മൂഡ് ചേഞ്ച് ആയിട്ടോ. മീനു എൻ്റെ പൊന്നോ, എന്തിനാ ഇങ്ങനെ മീനോ മീനോ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ പറ്റിയത്? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, നിൻ്റെ മൂടൊന്നും മാറിയില്ലോ. എൻ്റെ പൊന്നോ അർജുൻ, അതിനെനിക്ക് മൂഡ് ഓഫ് ഉണ്ടായിട്ട് വേണ്ടേ മാറാൻ? എന്താ പറയണത്? ഓ, ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് എന്ന് പറഞ്ഞു അർജുൻ. അപ്പം ചിരിച്ചു കേട്ടോ രണ്ടുപേരൂടെ. ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഡോറിലൊരു മുട്ട് കേൾക്കുകയാണ്. ആ കയറി വന്നോ എന്നിങ്ങനെ മീനു പറഞ്ഞു. അപ്പോഴാണ് അതേടെ ഗൗതം. ആഹാ, ഇതെന്താ, അകത്തേക്ക് തന്നെ വാ, നീ എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? അഖിലയുണ്ടോ എന്ന് ചോദിച്ചു. ഇവരെ രണ്ടുപേരും കണ്ടപ്പോൾ ഇവർ ഷോക്കായി പോയിട്ട് രണ്ടുപേരും ഒരുമിച്ച് വാ, രണ്ടാളും കയറി വാ എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടുപേരുടെ ദേഹത്തേക്ക് കയറി വന്നു. നമ്മുടെ ചേട്ടനെ കാണാനായിട്ടാണ് വരുന്നത്. എങ്ങനെയാ വന്നത് രണ്ടുപേരും? ഓട്ടോ വിളിച്ചു വന്നോ എന്ന് ചോദിച്ചു. അല്ലേച്ചി, ബൈക്കിലാണ് വന്നത്. ആഹാ, ബൈക്കിൽ വന്നോ? ഇപ്പം എങ്ങനെയുണ്ട് അർജുനേട്ടാ? ഇപ്പം പ്രശ്നമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ചെയിൻ പെയിൻ വരും, മെഡിസിൻ കഴിക്കുമ്പോൾ അതങ്ങ് മാറും എന്ന് പറഞ്ഞു. ബർത്ത്ഡേക്ക് തന്നെ ഇങ്ങനെ സംഭവിച്ചല്ലോ, വല്ലാത്ത വിഷമമായിപ്പോയി. സാരമില്ല അഖില, വരാനിരിക്കുന്ന വലിയ ആപത്ത് ചെറുതായി പോയി എന്ന് കരുതി വെച്ചാൽ മതി. അപ്പോൾ ഇതേണ്ട നമ്മുടെ ഗൗതം ചോദിക്കുകയാണ്, ആരാണ് കുത്തിയത്? നമ്മുടെ അമലിൻ്റെ ആൾക്കാരാണോ അതോ ആൻ്റണിയുടെ ആൾക്കാരോ? അറിയില്ല, ആരാണെങ്കിലും വിടരുത്, തിരിച്ചടിക്കണം കേട്ടാ. നമ്മളെ തൊട്ടാൽ തിരിച്ചടിക്കുമെന്ന് അവന്മാരൊന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. ദേ, കൈക്കല്ലേ വെട്ടേറ്റത്, ഇനിയുണ്ടല്ലോ അവന്മാരുടെ നെഞ്ചത്ത് തന്നെ തളച്ച് കയറ്റണം. നല്ല ഉപദേശം എന്ന് പറഞ്ഞു നമ്മുടെ അഖില. നീ മിണ്ടാതിരിടി എന്ന് അഖിലയോട് ഇങ്ങനെ ചൂടാകുകയാണ് കേട്ടോ. അപ്പോൾ അഖില വേഗം മിണ്ടാതിരുന്നു. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, ഏട്ടനോടല്ലേ ഞാൻ ചോദിച്ചത്, വേറെ വല്ലെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. പിന്നെ മുറിവിന് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞു. സാരമില്ല, ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. ഒറ്റയ്ക്കാണെന്നുള്ള തോന്നലൊന്നും വേണ്ട, ഞാനില്ലേ ഏട്ടൻ്റെ കൂടെ എന്ന് ചോദിച്ചു. നമുക്കവരെ പിടിക്കാട്ടോ, ഏട്ട വിഷമിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. വേഗം നമ്മുടെ അർജുൻ്റെ കൈ പിടിച്ചിട്ട്, ഏട്ടാ അത് പിന്നെ എനിക്ക് നിന്നോട് ദേഷ്യം കാണും, എന്നാൽ അതിനപ്പുറം സ്നേഹവും കാണും കേട്ടോ. അത് നീ മനസ്സിലാക്കണം. ഞാൻ ഏട്ടനെ കാണാൻ വരുന്നില്ല എന്ന് ഏട്ടൻ കരുതി കാണുമല്ലേ? വന്നില്ലെങ്കിലും എൻ്റെ മനസ്സ് മുഴുവൻ ഇവിടെ തന്നെയാട്ടോ. ഏട്ടൻ വിഷമിക്കണ്ട, എൻ്റെ ഏട്ടനാ നീ, അത് മറന്നു പോവില്ല ഞാൻ. എന്താണെങ്കിലും നമ്മൾ തമ്മിൽ അടിയൊക്കെ കൂടും, പക്ഷേ വെളിയിൽ നിൽക്കുന്നവരെ നിന്നെ തൊട്ടാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അത് താങ്ക്സ് ഡാ എന്ന് പറഞ്ഞു. നീ എന്തിനാ എന്നോട് നന്ദി പറയണത്? എനിക്ക് മനസ്സിലായില്ല. ശരി, എന്നാൽ കൂടുതൽ സംസാരിച്ചിരുന്ന് ബുദ്ധിമുട്ടിക്കണ്ട. എന്താണെങ്കിലും നീ റെസ്റ്റ് എടുക്കുക. അഖില, ഞാൻ പോവാ, നീ ഇവിടെ നിൽക്കുക, ചേച്ചിക്കൊരു കൂട്ടാവുമല്ലോ എന്ന് പറഞ്ഞു. എടാ, എന്നെ കുറച്ച് കഴിയുമ്പോൾ ഡിസ്ചാർജ് ചെയ്യും, നമുക്ക് ഒരുമിച്ച് പോവാടാ. എനിക്ക് ബൈക്കുണ്ടല്ലോ, ഞാൻ ബൈക്കിൽ പോയിക്കോളാം ഏട്ടാ, നിങ്ങൾ കാറിലായിരിക്കില്ലേ പോവാം. നീ ബൈക്കിൽ പോണേ പോയിക്കോ, ഡിസ്ചാർജ് ചെയ്യുന്നത് വരെ നിനക്ക് ഇവിടെ ഇരിക്കാമല്ലോ. ഞാൻ പോയേക്കാം, ഇവിടെ ഇരിക്കടാ എന്ന് പറഞ്ഞു ഷർട്ടിന് പിടിച്ചു. അപ്പോൾ വേഗം തന്നെ അനിയൻ അവിടെ ഇരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായി അർജുന. ഇത്രയും ദിവസം ഭയങ്കര ടെൻഷനായിരുന്നു. നിൻ്റെ പിണക്കത്തിന് ഈ മുറിവിനേക്കാൾ വേദനയായിരുന്നുടാ ഏട്ടന്. ഇപ്പം അത് മാറി, ഒരുപാട് സന്തോഷമായി. പിന്നെ നമ്മൾ കാണുന്നത് വീട്ടിലാണ്. അപ്പോൾ നമ്മുടെ പ്രഭാവതിയും കാഞ്ചനയും കാത്തിരിക്കുകയാണ്. അതെ, അർജുൻ ഡിസ്ചാർജ് ആവുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ എങ്കിൽ ഇതുവരെ കണ്ടില്ലല്ലോ. അഞ്ജലി ഹോസ്പിറ്റലിലേക്ക് പോയി കാണും, മിക്കവാറും അതിൻ്റെ മിന്നലും പ്രളയമൊക്കെ അവിടെ നടന്നു കാണും. അവളെന്തെങ്കിലും പറഞ്ഞു കാണുമോ? പിന്നല്ലാതെ. ഡിസ്ചാർജ് ചെയ്ത് അർജുൻ ഇങ്ങോട്ടേക്ക് വരും, മീനോളുടെ വീട്ടിലേക്ക് പോവും. ഹോസ്പിറ്റലിൽ വെച്ച് ആയതുകൊണ്ട് ഇവിടുത്തെ സീൻ ഒഴിവായി, ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്. അപ്പോഴാണ് വണ്ടിയുടെ ഒച്ച കേട്ടത്. ദേ, അവർ വന്നെന്നാണ് തോന്നുന്നത്. വാ വാ എന്ന് പറഞ്ഞ് ഇവർ ഭയങ്കര സന്തോഷത്തിൽ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുകയാണ് കേട്ടോ. ഇറങ്ങി ചെല്ലുമ്പോഴാണ് അഖിലയും മീനും, അയ്യേ ഇവള് വീട്ടിൽ പോയില്ലേ എന്ന് അടി കിട്ടിയ പോലായി. ഇവിടുന്ന് ക്ഷേത്രത്തിൽ പോയതിനേക്കാൾ സ്നേഹത്തിലാണ് രണ്ടുപേരും ഹോസ്പിറ്റലിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അർജുനെയും കൂട്ടി അഖിലയും അവരേറി വരുവാണ്. അപ്പോൾ അച്ഛനും മുത്തച്ഛനോട് അങ്ങോട്ടേക്ക് ഓടി വന്നു കേട്ടോ. മോനെ, ഞാൻ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. എവിടെ മോനെ, എങ്ങനെയുണ്ട്, ഇപ്പം വേദനയുണ്ടോ എന്ന് ചോദിച്ചു. പ്രശ്നമൊന്നുമില്ല, ചെറിയ മുറിവേ ഉള്ളൂ, 2 ദിവസത്തിനകം ഉറങ്ങിക്കോളും. ചെറുതൊന്നുമല്ല, വലിയ മുറിവാ എന്ന് പറഞ്ഞു മീനു. അടങ്ങിക്കിടന്നോണം, ഇല്ലെങ്കിൽ വിവരം ഞാൻ അറിയിക്കും എന്ന് പറഞ്ഞു മീനു. അപ്പം മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും ഇപ്പം ചിരിച്ചോണ്ട്. അതെ, വലുതായിട്ടൊന്നും സംഭവിക്കാതിരുന്നത് ഭാഗ്യം, ദൈവം കാത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നിന്ന് സംസാരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ പ്രഭയുടെ വക ആ പെർഫോമൻസ്. അയ്യോ എൻ്റെ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് വരിക. അമ്മേ, എൻ്റെ മക്കളെ, അമ്മ ഇതെങ്ങനെ സഹിക്കൂടാ, എന്താടാ ഇത്?
ആ അമ്മയുടെ ഒരു കണ്ണീര്. ആ മകനെ ഹോസ്പിറ്റലിൽ ഇട്ടേച്ച് വന്ന ആളാ. എന്തോ ഒരു സ്നേഹം, എന്തോ ഒരു സ്നേഹം. ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം കാണും. അപ്പം അച്ഛന് നല്ലൊരു കുത്തങ്ങ് വെച്ച് കൊടുത്തു കേട്ടോ. ഞാനൊന്നും പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു മഹേന്ദ്രൻ. ആ മോനെ അർജുൻ, നീ പോയി മുറി പോയി വിശ്രമിക്കാം. ചെല്ലു മോനെ, ചെന്ന് വിശ്രമിക്കുക എന്ന് പറഞ്ഞു. അപ്പം അർജുനെയും കൂട്ടി നേരെ മീനു റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പം നിൽക്കുകയാണ്. അതെ, ഹായ് ഗൗതം എവിടെ മോളെ എന്ന് ചോദിച്ചു. അപ്പോൾ ഗൗതം അവിടുന്ന് ബൈക്കിലാണ് വന്നത്, വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അഖിലയും അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ അച്ഛൻ പറയുകയാണ് മുത്തശ്ശനോട്, മിക്കവാറും വല്ല ബാറിലും പോയി കാണും, അവനിങ്ങ് വരട്ടെ, അവനെ ഒന്ന് കാണാൻ ഞാൻ കാത്തിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ കാഞ്ചനയും പ്രഭയും നിൽക്കുന്നത്. അമ്മേ, അഖില ചെന്നിട്ട് ഒന്നും പറഞ്ഞില്ലേ അമ്മേ? പറഞ്ഞിരുന്നെങ്കിൽ ഇവളിപ്പോൾ ഇവൻ്റെ കയ്യും പിടിച്ച് ഇങ്ങോട്ട് കയറി വരുമായിരുന്നോ? കഷ്ടം. നീ അഞ്ജലി ഒന്ന് വിളിക്കുക, എന്താ ഉണ്ടായതെന്ന് നീ ഒന്ന് ചോദിച്ചു നോക്ക്. അത് മാത്രമല്ല, എത്രയും പെട്ടെന്ന് തന്നെ പറയാനുള്ളതൊക്കെ പറഞ്ഞ് മീനുവിനെ ഇവിടുന്ന് ഓടിക്കാൻ നോക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് പ്രഭ അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ കാഞ്ചന നേരെ അഞ്ജലിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അഞ്ജലി, നീ എന്തിനാടി ഇന്ന് ഹോസ്പിറ്റലിൽ പോയത്? അർജുന് സുഖമാണോന്നറിയാനോ? എന്തായിരുന്നു നിനക്ക്? അവളോട് ഇപ്പം പറയും എല്ലാം ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ് നീ ഇന്നലെ ഇവിടുന്ന് ഉറഞ്ഞു തുള്ളുമായിരുന്നല്ലോ. എന്നിട്ട് എന്താ പറയാഞ്ഞത്? ഞാൻ ചെന്നത് അവിടെ ഹോസ്പിറ്റലിൽ കണ്ട അർജുനെ കണ്ടു. പക്ഷേ മീനുവിനോടെല്ലാം തുറന്നു പറയാനുമാ പോയത്. പക്ഷേ അവൻ ആദ്യം തന്നെ ഞാൻ അവൻ്റെ ഫ്രണ്ടാണ് എന്നുള്ള മട്ടിൽ പരിചയപ്പെടുത്തി. ഫ്രണ്ടല്ല കാമുകിയാണെന്ന് നീ പറഞ്ഞില്ലേ? ഇല്ല, ഹോസ്പിറ്റലിൽ നിൽക്കുമ്പം എനിക്ക് തോന്നിയത് ഒറ്റയടിക്ക് പറയുന്നതിനേക്കാൾ നല്ലത് ചെറിയ ചെറിയ ഡോസായിട്ട് പല തവണ പറയുന്നതാണെന്നാണ് എനിക്ക് തോന്നിയത്. ഒറ്റയടിക്ക് പറയുമ്പോൾ ചിലപ്പം അവനത് നിഷേധിക്കും, പിന്നൊന്നും പറയാൻ പറ്റില്ല. അവൻ പറയുന്നത് അവൾ വിശ്വസിച്ച അതോടെ തീർന്നു കാര്യങ്ങൾ. കുറച്ചായിട്ട് കൊടുക്കുമ്പോൾ അവൾക്ക് ചെറിയ സംശയങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പിന്നീട് ഞാൻ തുറന്നു പറയുമ്പോൾ അവളത് വിശ്വസിക്കും, അതും ഉറപ്പാണ്. അവനോടുള്ള എൻ്റെ പെരുമാറ്റം കണ്ടപ്പോൾ ഞാൻ അവൻ്റെ വെറും ഫ്രണ്ടല്ല എന്നുള്ള സംശയം അവളുണ്ടായി കാണും. അവളൊരു ചുക്കും തോന്നിട്ടില്ല. അവളുടെ ഭാവം കണ്ടാൽ തന്നെ അറിയില്ലേ? ചേച്ചി ഒന്ന് ശ്രമിക്കുക, നാളെ ഞാൻ അവനെ കാണാൻ വരും, മറ്റന്നാൾ ഞാൻ വരും എന്ന് പറഞ്ഞു അഞ്ജലി. ഞാൻ അവനോട് പെരുമാറുന്ന കാണുമ്പോൾ അവൾക്ക് മനസ്സിലാവും ഞാനും അവനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. അതവൾ ചോദ്യം ചെയ്യും. അപ്പം ഞാൻ ചോദ്യം ഇപ്പോൾ ചെയ്യുമ്പോൾ പറയാം, അതാ നല്ലത്. ആ, എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. അതെ, എത്രയും പെട്ടെന്ന് അവളെ പെട്ടിയും തൂക്കി അർജുനെ ഉപേക്ഷിച്ച് പോവാനുള്ള വഴി ഞാനുണ്ടാക്കും. അതുപോരെ ചേച്ചിക്ക്? ആ മതി, പക്ഷെ അതൊന്ന് പെട്ടെന്ന് വേണം. ഒരു 2 ദിവസം ക്ഷമിക്കണ്ടേ ചേച്ചി? എന്താണെങ്കിലും നമുക്ക് നാളെ കാണാം, ഓക്കെ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അപ്പോൾ അവരങ്ങനെ നിൽക്കുകയാണ്. അപ്പം മീനുവിനെയാണ് കാണുന്നത്. മീനു എന്ത് ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മീനു ആകെ സ്വപ്നം കണ്ട് വരച്ച് വെച്ചതായിരുന്നു അർജുന് വേണ്ടിയിട്ട് ആ ഗിഫ്റ്റ്, ആ പടം, ചിത്രം. അപ്പോൾ അതെടുത്ത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഞാൻ അർജുന് വേണ്ടിയിട്ട് അർജുന് സമ്മാനം സമ്മാനിച്ച ശേഷം എൻ്റെ മനസ്സിലുള്ളതൊക്കെ പറയണമെന്ന് ഞാൻ കരുതിയതാ, പക്ഷേ നടന്നില്ല. അതിനിടയിൽ എന്തൊക്കെയോ നടന്നുപോയി. എന്താ, ഞാൻ എൻ്റെ മനസ്സിലുള്ളവർ പറയാൻ സമയമായിട്ടില്ല എന്നല്ലേ അതിനർത്ഥം? എൻ്റെ ഈശ്വര, എനിക്ക് മാത്രം എന്താ നല്ലൊരു ദിവസം വരുമ്പോൾ ഒക്കെ ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പം മീനു ഇങ്ങനെ കരയാൻ ഇപ്പം വേണ്ട, എനിക്കറിയാൻ പാടില്ല, എനിക്കും വരും, എനിക്കും അങ്ങനൊരു ദിവസവും നല്ലൊരു ദിവസവും വരും. അതുവരെ ഞാൻ കാത്തിരിക്കണം. ഞാൻ ആ സമ്മാനം അന്നേരം ഞാൻ തരും. അന്നേരമേ ഞാൻ എൻ്റെ മനസ്സിലുള്ളത് നിന്നോട് ഞാൻ തുറന്നു പറയുകയും ചെയ്യും. അടുത്ത് തന്നെ അതുണ്ടാവും എന്നൊക്കെ മീനു ഇങ്ങനെ സ്വന്തമായിട്ട് മനസ്സിൽ പറഞ്ഞിരിക്കുക. അതുവരെ ഞാൻ കാത്തിരിക്കും. അതുവരെ നീ ഇത് തൽക്കാലം കാണണ്ട എന്ന് വിചാരിച്ച് മീനു ഇതെവിടെ വെക്കും എന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് അലമാരയുടെ മുകളിൽ വെക്കാം എന്ന് ചിന്തിച്ചത്. മീനു ചെന്ന് അലമാരയുടെ മുകളിലേക്ക് ഇത് വെക്കുകയാണ്. അപ്പോൾ കാല് വേഗം തന്നെ സ്ലിപ്പായി പോയിട്ടോ. അപ്പോൾ അർജുൻ ഓടി വന്ന് പിടിക്കുകയാണ്. ഇതെന്തെടുക്കുക ഈ രാത്രിയിൽ? ഈ സമയത്ത് എന്തിനാ ഈ അലമാരി നോക്കുന്നത്? അല്ല, എൻ്റെ ഒരു സാധനം ഇവിടെ വെച്ചിരുന്നു, കാണുന്നില്ല, അത് നോക്കിയതാ. അല്ല, ഞാനും കൂടെ നോക്കാൻ സഹായിക്കാം. വേണ്ട, കിടക്കാൻ നോക്ക്, എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഞാൻ കിടക്കാൻ തുടങ്ങുമായിരുന്നു എന്ന് പറഞ്ഞു. ആ ശരി. അപ്പോൾ ഇവർ കിടക്കാൻ ഇങ്ങോട്ട് പോയപ്പോഴത്തേനും മീനു പറയണം, അർജുൻ ഇന്ന് ഞാൻ താഴെ കിടക്കാം, അർജുൻ കട്ടിലിൽ കിടന്നോളൂ, അർജുന് സുഖമില്ലാത്തതല്ലേ എന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ മീനു, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. എന്താ? അല്ല, ഈ തെറ്റായിട്ടൊന്നും എടുക്കരുത്. ഇല്ല, പറഞ്ഞു. ഞാനേ തറയിൽ കിടക്കുന്നത് നല്ല ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ പറയാം, ഇനി മീനു എൻ്റെ കൂടെ ഈ കട്ടിലിൽ നിന്ന് കിടന്നൂടെ എന്ന് ചോദിച്ചു. അപ്പം മീനു ആകെ ഇതായിപ്പോയി. അല്ല, നമുക്ക് 2 പേർ കൂടെ കട്ടിലിൽ കിടക്കാം, വിഷമിക്കണ്ട, നമുക്ക് നടുവിൽ തലവണയൊക്കെ വെക്കാം.
എന്താ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അല്ല, നീ ഓക്കെ ആണെങ്കിൽ മതി കേട്ടോ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇനി ഉറക്കത്തിൽ ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്ന ശീലമൊന്നും എനിക്കില്ല കേട്ടോ. കിടന്നിടത്ത് കിടന്ന് ഉറങ്ങിക്കോളും. പിന്നെ അതൊന്നും ഓർത്ത് മീനു പേടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അല്ല മീനു, നിനക്ക് പറ്റില്ലെങ്കിൽ വേണ്ട കേട്ടോ. അല്ല സാരമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്ക് രണ്ടുപേർക്കും കൂടെ കട്ടിലിൽ കിടക്കാം എന്ന് മീനു സമ്മതിച്ചു. ഓക്കെ ആയിക്കോട്ടെ, താങ്ക്സ് എന്ന് പറഞ്ഞു. എന്തിനാ താങ്ക്സ്? അല്ല, നീ എന്നെ വിശ്വസിക്കാൻ തയ്യാറായല്ലോ, അതിനാ താങ്ക്സ് പറഞ്ഞത് എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങനെ ആട്ടെ. അപ്പോൾ രണ്ടുപേരുടെ ആ തലണ ഇങ്ങോട്ട് എടുത്തു, ഇവിടെ കിടക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരുടെ കയറി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ മീനുവിന് തലണയൊക്കെ വെച്ചു. ഓക്കെ അല്ലേ, സെറ്റല്ലേ? ഇവരുടെ കിടന്നിട്ട് ഇന്ന് എനിക്ക് ഉറക്കം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ അർജുൻ പറയാണ്. നിന്നെ നോക്കിക്കിടന്ന് നേരം വെളുപ്പിക്കേണ്ടി വരും എന്ന് അർജുൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു. ഉടനെ മീനു ആണെങ്കിൽ ഞാനും നീയും ആദ്യമായിട്ടാണ് കട്ടിലിൽ കിടക്കണത്, എനിക്ക് ഉറക്കം വരുന്നില്ല, എന്താണെന്നറിയില്ല, രാത്രി മുഴുവൻ നിന്നെ ഞാൻ നോക്കി കിടക്കും എന്ന് പറഞ്ഞ മീനു. അപ്പോൾ രണ്ടുപേരും ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ കിടക്കുക കേട്ടോ. ഉറങ്ങുന്നില്ലേ മീനു എന്ന് ചോദിച്ചു. എന്നാൽ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞവർ രണ്ടുപേരുടെ കിടന്നു. പിന്നെ കാണുന്നത് ഗൗതത്തിനെയാണ്. ഗൗതം അടിച്ച് ഫിറ്റായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ വീണ്ടും. അപ്പോൾ വീണ്ടും അഖില താഴെ ഇറങ്ങിയിരുന്നു. കേൾക്കുന്നില്ല ഡേ? എന്താടി നീ എന്നെ ഇഷ്ടമില്ലാതിരുന്ന പറഞ്ഞ ഒരൊറ്റ പെണ്ണാ നീ, നിനക്കാരടി ഇഷ്ടം? നിൻ്റെ വീഡിയോ എടുത്തവനെയാണോടി നിനക്കിഷ്ടം എന്ന് ചോദിച്ച് വീണ്ടും ഷൊണ്ടി ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ആകെ കലി പൂണ്ട് നിൽക്കുകയാണ് അഖില. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ടെത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.